അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. കുത്താബുൽ മഖാലത്തി ഫിൽ അദബിൽ അറബി അൽ ഹദീസ്. ആധുനിക അറബി ഗദ്യ സാഹിത്യത്തിലെ മഖാല രചയിതാക്കൾ. ലേഖനം, പ്രബന്ധം, പഠനം തുടങ്ങിയ മഖാല സാഹിത്യത്തിൽ പ്രശസ്തരായവർ രണ്ടാളുകളാണ്. ഒന്ന് റിഫാഅ അത്തൊഹ്താവി, രണ്ട് മുഹമ്മദ് അബ്ദു. അവരുടെ ജീവിതം പരിചയപ്പെടാം. റിഫാഅ അത്തൊഹ്താവി 1801 മിസ്റിലെ തൊഹ്ത എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1873 അദ്ദേഹത്തിൻ്റെ മരണം. റായിദു തഹദീസ് ഫിൽ ആലമിൽ അറബി. ഈജിപ്തിലും അറബ് ലോകത്തും സാമുദായികമായും സാഹിത്യപരമായും നവോത്ഥാനത്തിന് കാരണമായതിനാൽ നവോത്ഥാന നായകനായി അദ്ദേഹം അറിയപ്പെടുന്നു. യൂറോപ്യൻ ആധുനികത അറബ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. തൊഹ്തയിൽ നിന്നും എഴുത്തിൻ്റെയും വായനയുടെയും ബാലപാഠങ്ങൾ പഠിക്കുന്നു. തുടർന്ന് 1817 കൈറോയിലേക്ക് പഠനാവശ്യാർത്ഥം പോകുന്നു. തൻ്റെ 21 വയസ്സിൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കുന്നു. അവിടെ വെച്ച് ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഹസൻ അത്താറുമായി അവിടെ നിന്ന് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൽ നിന്നും ആധുനിക വിജ്ഞാനങ്ങളും പരമ്പരാഗത വിജ്ഞാനങ്ങളും അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. ഉയ്യിന വാഇളൻ വ ഇമാമൻ ബിൽ ജയ്ഷിൽ മിസ്രി നഹ്വ ആമിൻ. പഠനത്തിന് ശേഷം 1 വർഷത്തോളം മിസ്രി സൈന്യത്തിൻ്റെ ഇമാമും വാഇളുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ഫ്രാൻസിലേക്ക് അവരുടെ ഗൈഡായി യാത്ര ചെയ്യുന്നു. തുടർന്നാണ് അദ്ദേഹം ആധുനികതയുടെ ചിന്തകളും ആശയങ്ങളും വ്യക്തിപരമായും സാമൂഹികമായും കൂടുതലായി സ്വീകരിക്കുന്നത്. ട്രാൻസ്ലേഷൻ മേഖലയിൽ തൽപരനായ അദ്ദേഹം ആ കാലയളവിൽ വ്യത്യസ്ത ഫന്നുകളിലുള്ള 12ഓളം പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 1831 മിസ്റിലേക്ക് മടങ്ങി വന്ന് മദ്രസത്തു തിബ്, മദ്രസത്തുൽ മിദ്ഫഇയ്യ എന്നീ മദ്രസകളിൽ അദ്ദേഹം മുദർരിസായി അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. പിന്നീട് മദ്രസത്തു അൽസുൻ, താൻ നിർമ്മിച്ച മദ്രസത്തു അൽസുനിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ മേഖലയിൽ ഭരണകൂടത്തിൻ്റെ പ്രതികൂല ഇടപെടലുകൾ കാരണം അദ്ദേഹം ഈജിപ്തിൽ നിന്നും സുഡാനിലേക്ക് യാത്ര പോകുന്നുണ്ട്. പിന്നീട് മടങ്ങി വന്ന് ഈജിപ്തിലെ സ്ത്രീ വിദ്യാഭ്യാസം സമൂഹത്തിൽ ശക്തിപ്പെടുത്തുന്നു. മജല്ലത്തു റൗദത്തുൽ മദാരിസ്, സ്വഹീഫത്തു അൽ വഖാഇ അൽ മിസിരിയയിൽ പ്രവർത്തിച്ച് പത്രപ്രവർത്തനവും മിസിറിൽ മികവുറ്റതാക്കുന്നു. മിസ്റിലും അറബ് ലോകത്തും നവോത്ഥാന നായകനായി അറിയപ്പെട്ട അദ്ദേഹം വ്യത്യസ്ത ഫന്നുകളിൽ ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസി ബാരീസ്, ഖലായിദുൽ മഫാഖിർ ഫി ഗരീബി അവായിദിൽ അവായിലി വൽ അവാഖിർ, അത്തഅരീഫാത്തു ഷാഫിയ, മബാഹിജുൽ അൽബാബിൽ മിസ്രിയ ഫി മനാഹിജിൽ ആദാബിൽ അസ്രിയ, അൽ മുർഷിദുൽ അമീൻ ഫി തഹദീബിൽ ബനാത്ത്, ഇൻഷാഉൽ അത്താർ, കിതാബു മബാദിഇൽ ഹന്ദസ, നുബ്ദത്തുൻ ഫി മീത്തോളജിയ, ബിദായത്തുൽ ഖുദമാഇ വ ഹിദായത്തുൽ ഹുകമാ, അത്തുഹ്ഫത്തുൽ മക്തബിയ ലിതഖരീബിൽ ലുഗ അൽ അറബിയ, മവാഖിഉൽ അഫ്ലാഖ് ഫി വഖാഇ തിൽമീക്. മുഹമ്മദ് അബ്ദു 1849 മിസ്റിലെ ഷൻറ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മിസ്റിലെ തന്നെ മഹല്ലത്തു നസുർ എന്ന പ്രവിശ്യയിലാണ് ഗ്രാമത്തിലാണ് അദ്ദേഹം വളരുന്നത്. 1905 ഇസ്കന്ദരിയ അലക്സാൻഡ്രയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. ദിറാസത്തുൻ ഫി തൊൻത, തൊൻതയിൽ വെച്ച് പ്രാഥമിക പഠനം നിർവഹിച്ച അദ്ദേഹം ജാമിയത്തുൽ അസ്ഹറിൽ പോയി പഠിക്കുന്നു. തൻ്റെ 22 വയസ്സിലാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുമായി അദ്ദേഹം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം അഫ്ഗാനിയുടെ ചിന്തകളിൽ ആകൃഷ്ടനായി. 1877 അസ്ഹറിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ചരിത്ര അധ്യാപകനായി ദാറുൽ ഉലൂം അൽ ഉല്യ, മദ്രസത്തു അൽസുൻ എന്നീ മദ്രസകളിൽ ജോലി ചെയ്യുന്നു. അമില സിയാസിയൻ മഅ ഉസ്താദിഹി അൽ അഫ്ഗാനി. ആ സമയത്ത് തന്നെ തൻ്റെ അധ്യാപകനും ഇഷ്ടവ്യക്തിയുമായ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ നേതൃത്വത്തിൽ അൽ ഹിസ്ബുൽ വത്തനി അൽ ഹുർ എന്ന പാർട്ടിയിൽ അദ്ദേഹം രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നു. പത്രപ്രവർത്തനങ്ങളും രാഷ്ട്രീയ ലേഖനങ്ങളും അദ്ദേഹം എഴുതുന്നുണ്ട്. അഫ്ഗാനിയെ നാടുകടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ അധ്യാപനത്തിൽ നിന്നും പിരിച്ചുവിടുന്നു. തുടർന്ന് ഈജിപ്തിലെ
ബ്രിട്ടൻ അധിനിവേശത്തിൽ അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നു. ശേഷം അദ്ദേഹവും നാടുകടത്തപ്പെടുന്നു. ഇല ബൈറൂത്ത് ആമൻ, ഒരു വർഷം ബൈറൂത്തിൽ താമസിച്ചതിന് ശേഷം ഇല പാരീസ്, പിന്നീട് പാരീസിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അൽ ഉർവത്തുൽ വുസ്ക എന്ന പത്രപ്രവർത്തനവുമായി വീണ്ടും അദ്ദേഹം അഫ്ഗാനിയുമായി പ്രവർത്തിക്കുന്നു. ആദ ഇല ബൈറൂത്ത് വഷ്തഗല ബിത്തദ്രീസി വത്തഅലീഫ്, പിന്നീട് ബൈറൂത്തിലേക്ക് മടങ്ങി വന്ന് അദ്ദേഹം അധ്യാപനത്തിലും ഗ്രന്ഥരചനയിലുമായി വ്യാപൃതനാകുന്നു. തുടർന്ന് 1889 മിസറിലേക്ക് തിരിച്ചെത്തി ഫ്രഞ്ച് ഭാഷ പഠിക്കുകയും അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നു. 1891 ഇസ്തഗല ബിൽ ഖലാഇ, മിസറിലെ ഈജിപ്തിലെ ഖലാഉമായി ബന്ധപ്പെട്ട ജോലികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. 1892 തഅസീസുൽ ജംഇയ്യ അൽ ഖൈരിയ്യ അൽ ഇസ്ലാമിയ്യ, അൽ ജംഇയ്യത്തുൽ ഖൈരിയ്യ അൽ ഇസ്ലാമിയ്യ അദ്ദേഹം സ്ഥാപിക്കുന്നു. തുടർന്ന് 1899 ഉയ്യിന ഫി മജ്ലിസി ഷൂറൽ ഖവാനീൻ, ഷൂറൽ ഖവാനീൻ അദ്ദേഹം അംഗത്വം നേടുന്നു. 1899 മുഫ്തി ദിയാറിൽ മിസ്രിയായി അദ്ദേഹം നിയോഗിക്കപ്പെടുന്നു. 1900 അസ്സസ ജംഇയ്യത്തു ഇഹ്യാ ഇൽ കുതുബിൽ അറബിയ്യ, ജംഇയ്യത്തു ഇഹ്യാ ഇൽ കുതുബിൽ അറബിയ്യ എന്ന സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നു. പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം അറബി ഭാഷയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. റിസാലത്തു തൗഹീദ്, അൽ ഇസ്ലാമു വൻ നസ്റാനിയ്യ മഅൽ ഇൽമി വൽ മദനിയ്യ, ശറഹു നഹ്ജിൽ ബലാഗ, ശറഹു മഖാമാത്തിൽ ബദീഖ്.